അപ്പോൾ ഇന്ന് നമ്മൾ പോത്തുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് കുക്കറിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസ്, പിന്നെ സവോള നീളത്തിലരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു 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 തക്കാളിയുടെ ഒരു കാൽ പാതി കട്ട് ചെയ്തിടുക നീളത്തിൽ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പോത്ത്. യൂഷ്വലി ഈ വിസിൽ വെക്കാനായിട്ട് എല്ലാം കൂടെ നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ പോത്തും ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി കേട് ഒഴിക്കുന്നുണ്ട്. ഈ കേടിനധികം പുളിയൊന്നുമില്ല. പിന്നെ ഗ്രേവി കുറച്ച് തിക്ക് ഗ്രേവി ആവാനായിട്ടാണ് ഇത് ഇടുന്നതും, പിന്നെ പോത്ത് ഇച്ചിരി സോഫ്റ്റ് ആവാനായിട്ടും. സോ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ഇടുക. ബിക്കോസ് നമ്മൾ ഇനി കറി ഉണ്ടാക്കാൻ വഴറ്റുന്നുണ്ട്, അപ്പോൾ അതിൽ ഉപ്പിടും. സോ ഇതിൽ മീഡിയമായിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം ഒരു മസാല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പൊടികൾ ഇടുന്നുണ്ട്. സോ ചിലവർക്ക് മസാലാസ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ലൈക്ക് ഒരു കളറുള്ളതും ഇച്ചിരി എക്സ്ട്രാ മസാല ആയിട്ടിരിക്കുന്നത് ഇഷ്ടമായിരിക്കും. സോ അങ്ങനെ ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറാണിത്. സോ ഒരു കളറിന് വേണ്ടിയിട്ടും ഇച്ചിരി മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. സോ ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ആ പോത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ആവണം. ഇതിൻ്റെ ഒപ്പം ഒരു എരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി വീട്ടിൽ നിന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അതും ഇടുന്നുണ്ട്. അതും ഇട്ട് ഇത് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോത്ത് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വെള്ളം ഇറങ്ങുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാൻ ഞാൻ ഒരിച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്കിന്ന് ഡ്രൈ അല്ല വേണ്ട, റോസ്റ്റ് അല്ല വേണ്ട, ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് വേണ്ട, സെമി ഗ്രേവി ആയിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളമോട് ഒഴിച്ച് വിസിൽ വെക്കുന്നുണ്ട്. സോ ഇത് എത്ര വിസിൽ വരണമെന്ന് അറിയാത്തതുകൊണ്ട്, ഇവിടുത്തെ പോത്തിന് വേവുണ്ടോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് ഞാനൊരു 8-10 വിസിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വഴറാനായിട്ട് ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ ഇത് ഞാൻ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാന്ന് വെച്ചാൽ കുക്കർ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു സമയമുണ്ട്, കുക്കർ വിസിലടിച്ച് നമുക്ക് തുറക്കാനായിട്ടൊരു സമയമുണ്ട്. അപ്പോൾ പെക്കെ ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മോര് കാച്ചിയത് ഉണ്ടാക്കിയായിരുന്നു. ചോറും മോര് കാച്ചിയതും പോത്തുകൂടെ കഴിക്കാനായിട്ട്. സോ ഇനിയും ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കറി എടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു ബൗളിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഞാൻ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഈ ആച്ചിയുടെ അല്ലെ ഈസ്റ്ററിൻ്റെ എന്തെങ്കിലും ചിക്കൻ മസാലയോ കബാബ് മസാലയോ എന്ത് മസാലയോ എന്തെങ്കിലും ഇടാം. നോർമലായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആണെങ്കിലും ഇടാം. ഞാൻ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇച്ചിരി മസാല ഉള്ളതുകൊണ്ട് അതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പെട്ടെന്ന് കരിയാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് ലംസൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളി വഴറ്റി കൊണ്ടിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പക്ഷെ കരിയരുത്. പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് കാണത്തില്ല. മസാല കരിയാൻ വിടരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം ഒരു 5 മിനിറ്റ്സ് ആവത്തില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഒഴിച്ച് കലക്കി മസാല ഉണ്ടാക്കില്ല, അതിങ്ങനെ കുറുകി വരും. സോ കുറുകി വരുമ്പം തന്നെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. കുക്കറിൽ ആവശ്യത്തിന് വിസിൽ വന്നു. ഒരു 8 to 10 വിസിൽ വന്നു കുക്കറിൽ ഓൾറെഡി. സോ എന്തായാലും നമ്മളിത് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ കുക്കറും ഞാൻ കൂട്ടിയിട്ടാണ് വിസിൽ വെക്കുന്നത്, കുറച്ചിട്ടല്ല. ചിലപ്പോൾ കുറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. ഞാൻ കൂട്ടിയിട്ട് വെക്കാറില്ല. ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് ഞാൻ ആവി എടുത്ത് വിട്ടു. സോ കണ്ടാലറിയാം നല്ലതായിട്ട് ബീഫ് ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മസാലയിലോട്ട് നമ്മൾ ഈ കുക്കറിലെല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടാറ്റോസും
പൂത്തും ഓണിയൻസും എല്ലാം കൂടെ ഇട്ടത് നല്ലതായിട്ട് ഈ മസാലയിൽ പിടിപ്പിക്കുന്ന രീതിക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും ബാക്കിയുള്ള ഇച്ചിരി കൊറിയാണ്ടർ ലീവ്സ് കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ബിക്കോസ് ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. സോ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ വേവാനായിട്ട്. അപ്പോൾ അടച്ചു വെച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. ഞാൻ നോക്കണം കുറുകുന്നുണ്ടോ എന്താണെന്നൊക്കെ നോക്കിയിട്ട് തീ വേണം ഇച്ചിരി കൂട്ടി വെക്കാം, വേറെ എങ്ങും പോവാതെ അടുത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സോ ഇതിൽ കണ്ടാലറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്, അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ടെമ്പററി അപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതിരിക്കാനും കൊടുക്കാനുമായിട്ടാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കുക. എനിക്ക് ഇത്രയും ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ വേണം. ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകുന്നൊന്നും ഇഷ്ടമല്ല.